മാറ് മാറാൻ. അതെ, ഇവിടെ ഒരു സാധനവും ഇല്ല. മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? ലീലച്ചിയുടെ വീട്ടിൽ നിന്ന് അരി വാങ്ങിച്ച 2 ദിവസം കഞ്ഞി വെച്ചത്. അതിനെന്താന്നോ? നിങ്ങളുടെ കൂടെ മക്കളല്ലേ, പട്ടിണി കിടന്ന് ചാവാനാന്നോ? ഓ, കള്ളു കുടിക്കാൻ നിങ്ങൾക്ക് കാശുണ്ട്. എനിക്കും പിള്ളേർക്കും ചെലവിന് തരാനാ നിങ്ങൾക്ക് ഇല്ലാത്തത്. മനുഷ്യനൊരു സ്വസ്ഥതയും തരില്ല. സ്വർണ്ണ അത്രയും തൂക്കം നോക്കില്ലല്ലോ ഗോപാല. കാശും ഇതുപോലെ എണ്ണിപ്പെറുക്കിയല്ലേ തന്നത്. ഗോപാലൻ ചേട്ടത് പ്രാരാബ്ദം ഇത്തിരി കൂടുതലാണ് തങ്കച്ചി, അതുകൊണ്ടാ. കൗസല്യ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെയൊക്കെ പ്രാരാബ്ദം മാറ്റാൻ ഞാൻ എന്തുമാത്രം പ്രാരാബ്ദപ്പെടുന്നുണ്ടെന്നറിയാവോ? നിന്റെ പെമ്പർ നോത്തി പെറ്റണീറ്റ് വന്നോടാ. അത് ശരി. അപ്പൊ തള്ള ഇതൊന്നും അറിഞ്ഞില്ലേ? അടുത്ത വേറിന് വരാനുള്ള സമയമായി. അതിന് പ്രാരാബ്ദമൊന്നുമില്ല. എന്താ തങ്കടുത്തി, നിങ്ങളുടെ മേസ്ത്രിയുടെ ഭാര്യ വന്നിട്ട് ഒരു പറ്റില്ലാത്ത എന്താ വന്നത്? അത് നല്ല ചോദ്യം. എന്തിനാടാ കടയിൽ വരുന്നത്? അത് ന്യായം. പക്ഷെ കാശില്ലാതെ കടം കൊടുക്കുക. കടം വേണ്ട മോളിങ്ങിതാ. ആ കൊച്ചിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ എന്തെങ്കിലും കൊടുത്താലേ ആ കൊച്ചിന് സാധനങ്ങൾ വാങ്ങാൻ വരാൻ പറ്റൂ. അരിയിട്ടാ നീ. അതെന്താണ്, അവൻ വേറെ വല്ലയിടത്തും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. വീട്ടിലിരിക്കണ പെണ്ണുങ്ങൾ ഇതൊക്കെ അവസാനല്ലേ അറിയൂ. എന്നാ മോളെ, ആ കൊച്ചൊന്ന് നിന്നേ. പരദൂഷണം പറയാന്ന് കരുതണ്ട കേട്ടോ. മോളോടൊരു പാവത്തം തോന്നിയതുകൊണ്ട് പറയാ. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് തന്റേണം കാണിച്ചില്ലെങ്കിൽ അവസാനം കരയേണ്ടതായിട്ട് വരും. അമ്മേ, ഇതിലെ മണ്ണെണ്ണ തീർന്നെന്നാ തോന്നുന്നേ. തീർന്നെങ്കിൽ കത്തിക്കണ്ട, ഇരുട്ടത്തിരുന്നാ മതി. ദേ അച്ഛൻ വരുന്നുണ്ട്. അതിനെന്താ, ചെന്നിരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്കണേ. ഈ അമ്മയ്ക്കെന്താ? എന്താടി, നിന്റെ തള്ള ചത്തോ? ചത്താ പിന്നെ സൗകര്യമായല്ലോ. എന്താ?
ഇന്ന് വേറെ എവിടുന്നും ചോറ് കിട്ടിയില്ലേ? വേറെ എവിടെ നാടി? നിന്റെ തന്തയുടെ വീട്ടിൽ നിന്നോ? ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. എന്താടി കിടന്ന് ചിലക്കുന്നത്? കാര്യം എന്താ നിങ്ങക്ക് അറിയില്ല? ഞാനുള്ളപ്പോ വേറൊരു പെണ്ണ്. ആ ബുദ്ധി നടക്കില്ല. എന്നെ ചോദ്യം ചെയ്തു ചേട്ടൻ. അയ്യോ, വേണ്ട. ചവിട്ടി കൊല്ലും ഞാൻ. വേണ്ട അച്ഛൻ വേണ്ട, അമ്മയൊന്നും ചെയ്യല്ലേ. മാറി കൂടെ. മാറടി, കൊല്ലട്ടെ, കൊന്ന് തിന്നട്ടെ, അതൊക്കെ എല്ലാത്തിനും സൗകര്യമാവല്ലോ. അവളുടെ ഒരു അയ്യോ അമ്മേ. അമ്മേ. കഥ സൂപ്പറാ, പക്ഷെ ക്ലൈമാക്സ് മാറ്റണം. ഈ ക്ലൈമാക്സ് ട്രാജഡിയാ. ഒരടിയും വെടിയും പൊട്ടിച്ചിരിയൊക്കെ ഉള്ള ഒരു മസാല ക്ലൈമാക്സ് ആയിരിക്കണം ഇപ്പൊ വേണ്ടതും നമുക്ക് വേണ്ടതും. അതുകൊണ്ട് ക്ലൈമാക്സ് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. മസാലയ്ക്ക് ഇപ്പൊ എവിടെ പോവാൻ? ഇവിടെ അടുക്കളയെ കാണൂലേ? ഇങ്ങോട്ടൊന്നും പറയണ്ട, ക്ലൈമാക്സ് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് വെള്ളത്തിൽ പോകും. അതിന് ഞാൻ സമ്മതിക്കില്ല സൂപ്പി. നമ്മുടെ ലാലേട്ട സൂപ്പർ സ്റ്റാർ ചിത്രത്തിന്റെ ക്ലൈമാക്സും ട്രാജഡി ആയിരുന്നു. രാജാവിന്റെ മകൻ 100 ദിവസം ഓടിയത്. അവൻ എത്ര ദിവസം വേണമെങ്കിലും ഓടിക്കോട്ടെ, അവൻ രാജാവിന്റെ മോനാ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലല്ല. അല്ല, നായകനും നായികയും മരിച്ച ചിത്രത്തിന്റെ ക്ലൈമാക്സും ട്രാജഡി ആയിരുന്നു. അതന്ന്. ഇന്നത്തെ ന്യൂ ജനറേഷൻകാർക്ക് ട്രാജഡി ഇഷ്ടാവത്തില്ല. അവര് തിയേറ്ററിലേ വരില്ല. അതുകൊണ്ട് സൂപ്പിയും ചുടുകാടും പുതിയൊരു ക്ലൈമാക്സ് ആലോചിച്ചേ മതിയാവൂ. അയ്യോ, അല്ല, പെട്ടെന്നൊരു പുതിയ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞ വളരെ പെട്ടെന്ന് തന്നെ വേണം. അത് നാളെ ഈ സമയത്ത് തന്നെ വേണം. ഒരു ദിവസം, ഒരൊറ്റ ദിവസം. ഇത് എന്നെ പറഞ്ഞപ്പിച്ചപാട് നമുക്കേ അറിയാവുന്നൊന്ന് പറയടാ. 3 ദിവസം കൂടെ പറ്റില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാല് ഞാനും ദുർവാസ ഒരുപോലെയാണ്. മാറ്റി പറയുന്ന പ്രശ്നമേ ഇല്ല. നാളെ ഈ നേരത്ത് വീണ്ടും സന്ധിക്കാം. അപ്പൊ എല്ലാരും പിരിച്ചു പോ. ചാടി കുത്തി മരിക്കണ സീനൊന്നും നമ്മുടെ ക്ലൈമാക്സിന് വേണ്ട കേട്ടാ. അയ്യോ, ആ തെണ്ടി പറഞ്ഞത് കേട്ടാ? ഉണക്കമീൻ നാസറും ദുർവാസവും ഒരുപോലെ ചവിട്ടി ഇവനെ നട്ടലൊടിക്കണം. ഇവനൊക്കെ വേണ്ടി സിനിമയാമെന്ന് നമ്മളെ തന്നെ ആളിനെ വിട്ട് തല്ലിപ്പിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? ഏത് സിനിമ എടുത്തിട്ട് ചോരുണ്ട്? തൽക്കാലം നമ്മള് രണ്ടെണ്ണം അടിക്കുന്നു, ബാക്കിയൊക്കെ പിന്നെ. വാസ്തവം അല്ല, എന്ത് വേണ്ടേ? വെള്ളം വേണ്ട, അത് വരാ. അയ്യോ, മാളയല്ല ചാള. മാള എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. ചാള 4 ലോഡ് കയറ്റി വിട്. ആ, നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ. അയ്യോ, ഇവളായിരുന്ന ഞാനോടത്ത് മറ്റേ ഊട്ടിയിലെ സെറ്റപ്പാന്ന്. ഇവക്കെന്താ വല്ല ബാധ ഓടി വരാൻ? ഇനി എന്താടി നമ്മുടെ രസമിയെ കാണുന്നില്ല. അവളെന്താ മാഞ്ഞു പോയാ? ഇല്ലിക്ക, ഞാൻ എല്ലായിടത്തും നോക്കി, ഹോളെ കാണുന്നില്ല. എല്ലായിടത്തും നോക്കാതെ അവൾ ഉള്ളിടത്ത് പോയി നോക്കാം. അപ്പൊ കാണും. എന്റെ എല്ലായിടത്തും നോക്കി കാണുന്നില്ല. രാവിലെ രാസ്ത എടുത്ത് വെച്ച് വിളിച്ചതാ, കാണുന്നില്ല. ആ സിനിമക്കാരെയും കാണുന്നില്ല. എടാ നസീറേ, അയ്യോ, ഇവരെന്തിനാണ് പറഞ്ഞത് കാണാതെ പോയാ? കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം പോയി സാറേ. ഒന്നും മിണ്ടായിരിക്കടാ. എന്റെ പെങ്ങള് പോയിരിക്കുമ്പോ അവന്റെ മാമ്പഴം പോയ കാര്യം ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. നിന്നെ ശരിയാക്കി തരാ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഇതാ സിനിമാക്കാരൻ റൂമിന്ന് കിട്ടിയതാ. അയ്യോ, അന്നദാതാവിന് സുഖം ഭവിക്കട്ടെ. രാത്രി മുഴുവൻ ഞങ്ങൾ പുതിയ ക്ലൈമാക്സിന് വേണ്ടി ആലോചിച്ചു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഞങ്ങൾക്കത് തന്നു. ക്ലൈമാക്സ് കൂടുതൽ ട്രാജഡി ആകാതിരിക്കാൻ ഞങ്ങൾ പോകുന്നു. എന്നോടൊപ്പം നസീമയുണ്ട്. ഞങ്ങളുടെ ജീവിതം ഹിറ്റാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. സ്വന്തം സിപ്പി.